കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഷറഫുദ്ദീന്റെ പെറ്റ് ഡിറ്റക്റ്റീവിന് ശേഷം സിഐഡി മൂസയാവാൻ ശ്രമിച്ച് സി പോലും ആവാൻ കഴിയാഞ്ഞ സിനിമ എന്ന ജോണ്ടൽപ്പെടുത്താവുന്ന ഒന്നാണ് പ്ലൂട്ടോ. എങ്കിലും ചന്ദ്രിക എന്ന പാളിപ്പോയ ആദ്യ സിനിമയ്ക്ക് 3 വർഷങ്ങൾക്കിപ്പുറം പ്ലൂട്ടോ എന്ന രണ്ടാം ശ്രമത്തിലും തന്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിയാതെ പോയിരിക്കുന്നു സംവിധായകൻ ആദിത്യൻ ചന്ദ്രശേഖരന്. താൻ മുമ്പ് ചെയ്ത കരിക്കിന്റെയൊക്കെ വെബ് സീരീസിന്റെ മീറ്ററിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ അവിടെ തന്നെ നിൽക്കുകയാണ് സംവിധായകൻ. മൈഡിയർ കുട്ടിച്ചാത്തനും സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയും തൊട്ടിങ് ബറോസിലും ലോക്കയിലും വരെ കണ്ട അതേ പഴയ ഐഡിയ തന്നെയാണ് പുതിയ കളർഫുൾ കുപ്പിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അലസനായ സപ്ലി അടിച്ചിരിക്കുന്ന ജീവിതത്തിൽ തൊട്ടതെല്ലാം പരാജയപ്പെട്ട നായകന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഏലിയൻ, അവർ തമ്മിലുണ്ടാവുന്ന ആത്മബന്ധം, മാറി മറയുന്ന നായകന്റെ ജീവിതം, അവസാനം ഏലിയൻ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ വിഷമം. ഈ ആശയത്തെ ഓൺ റൈറ്റിംഗ് ലെവൽ ട്വീക്ക് ചെയ്ത് പുതുമ കൊണ്ടുവന്ന് ക്രിട്ടിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി വിജയമായ സിനിമയായിരുന്നു ലോക. പ്ലൂട്ടോയിൽ എഡിറ്റിലും കളറിംഗിലും കാണിക്കുന്ന ഗിമ്മിക്സുകൾക്കപ്പുറം എഴുത്തിൽ പുതുമ കൊണ്ടുവരാൻ യാതൊരു ശ്രമവും നടത്തിയില്ല എന്നിടത്താണ് നിരാശ സമ്മാനിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റീലുകളിലെ എഡിറ്റ് പാറ്റേണിൽ സിനിമ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പുതുമയേക്കാളേറെ തലവേദനയാണ് ബാക്കിയാക്കുന്നത്. മാച്ച് കട്ട്സും സ്റ്റോപ്പ് മോഷനും ആസ്പെക്ട് റേഷ്യോ കൊണ്ടുള്ള പരീക്ഷണങ്ങളും ടെക്സ്റ്റ് ആനിമേഷനും എല്ലാം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചതായി അനുഭവപ്പെട്ടു. ലാലേട്ടനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. തമാശ പറയുന്ന, പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന, മുണ്ടുമടക്കി മീശ വിരിക്കുന്ന ലാലേട്ടൻ. അതേപോലെ നീരജ് മാധവന് എൻജെയെ സെലിബ്രേറ്റ് ചെയ്യാനെടുത്തൊരു ഹൈ ബജറ്റ് എക്സ്റ്റെൻഡഡ് ഷോറിലായാണ് പലയിടത്തും പ്ലൂട്ടോ അനുഭവപ്പെട്ടത്. എൻജെ പാട്ട് എഴുതും, എൻജെ പാട്ട് കമ്പോസ് ചെയ്യും, എൻജെ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, കോമഡി ചെയ്യും, റൊമാൻസ് ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ ഒരു 2.25 മണിക്കൂർ എൻജെ സെലിബ്രേഷനാണ് പ്ലൂട്ടോ. കഥയുടെ ഒഴുക്കിന് വേണ്ടി എന്നതിനേക്കാൾ എൻജെക്ക് തന്റെ പാട്ടും മൂവ്സും എല്ലാം ഫ്ലെക്സ് ചെയ്യാനുള്ള സിറ്റുവേഷനുകളാണ് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കടന്നു വരുന്നത്. എൻജെ മടി പിടിച്ചിരിക്കുമ്പോൾ ഒരു റാപ്പ്, എൻജെ ബിസിനസ്സിൽ രക്ഷപ്പെടുമ്പോൾ അടുത്ത റാപ്പ്, ബിസിനസ് പൊട്ടുമ്പോൾ ഒരു റാപ്പ്, പ്രേമിക്കുമ്പോൾ ഒരു റാപ്പ്, പ്രേമം ബ്രേക്കപ്പ് ആവുമ്പോൾ അടുത്ത പാട്ടും ഡാൻസും. ഇതിനൊക്കെ കഥയിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് മാത്രം ചോദിക്കരുത്. കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സിലുള്ള മുതിർന്നവർക്കുമുള്ള ഒരു കോമിക് ബുക്ക് സിനിമ എന്നുള്ള രീതിയിലാണ് പ്ലൂട്ടോ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾക്കായുള്ള സിനിമയിൽ വീര്യം കൂടിയ മദ്യം മാത്രം കുടിക്കുന്നൊരു ഏലിയനെ പടച്ചുവിട്ടത് എന്തിനാണെന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. വിനീത് ഡേവിഡ് തട്ടലിന്റെ ചില വൺ ലൈനേഴ്സ് കൊള്ളാമായിരുന്നു. അജു വർഗീസിന്റെ ഓവർ ദി ടോപ്പ് മണ്ടൻ വില്ലനും ചിലയിടങ്ങളിൽ രസമുണ്ടായി. നീരജ് മാധവനെ നീരജ് മാധവ് തന്നെയായും അൽതാഫ് സലീമിനെ ഏലിയന്റെ മേക്കപ്പെട്ട അൽതാഫ് സലീം തന്നെയായുമേ തോന്നിയുള്ളൂ. സുബിൻ ടാർസൻ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷേ സിനിമയിൽ അങ്ങ് എത്തിയിട്ടില്ല. പ്ലൂട്ടോയുടെ പ്രീ റിലീസ് ഇന്റർവ്യൂകളിൽ തന്റെ അടുത്ത ബിഗ് ബജറ്റ് നിവിൻ പോളി സിനിമയായ മൾട്ടിവേഴ്സ് മന്മഥന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയാണ് പ്ലൂട്ടോയെ കാണുന്നത് എന്ന് സംവിധായകൻ ആദിത്യൻ പറയുന്നുണ്ടായിരുന്നു. മൾട്ടിവേഴ്സ് മന്മഥന്റെ അതേ VFX ടീമാണ് പ്ലൂട്ടോയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പ്ലൂട്ടോയിൽ എടുത്തു പറയാനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് അതിന്റെ VFX വർക്കാണ്. UFOയുടെ അടക്കമുള്ള VFX സീനുകൾ നന്നായി വന്നിട്ടുണ്ട്. നീരജ് മാധവിന്റെ ഡൈഹാർഡ് ഫാൻസ് എന്നൊരു വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം തറോലി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് പ്ലൂട്ടോ. കോവിഡ് സമയത്ത് ഇറങ്ങിയ എൻജയുടെ പണിവാളിയുടെ ഒരു 2.25 മണിക്കൂർ വേർഷൻ, വടയക്ഷിക്ക് പകരം ഏലിയൻ പ്ലൂട്ടോ, പിന്നെ ചില്ലറ സബ് പ്ലോട്ടുകളും. അല്ലാത്തവർക്ക് സിഐഡി മൂസയും ചതിക്കാത്ത ചന്തുവും ഒക്കെ ഉണ്ടാക്കിയ ജോണി ആന്റണിയോടും റാഫി മെക്കാർട്ടിനോടുമൊക്കെയുള്ള ആദരവ് കൂടാൻ പ്ലൂട്ടോ സഹായിക്കും.